നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK പ്രധാന നഗരത്തിൽ പെട്രോൾ ഡീസൽ ഡ്രൈവർമാരിൽ നിന്ന് 50 പൗണ്ട് സ്റ്റെൽത്ത് ടാക്സ് ഈടാക്കുന്നു. ഡീസൽ വാനുകൾക്കും ടാക്സികൾക്കും നഗരത്തിന്റെ ഇന്റർറിംഗ് റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് ഷെഫീൽഡിന്റെ ക്ലീൻ എയർ സോൺ പ്രതിദിനം 10 പൗണ്ട് ഈടാക്കുന്നു. അതേസമയം പഴയ കോച്ചുകൾ, ബസ്സുകൾ, ലോറികൾ തുടങ്ങിയ ചില വാഹനങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്നതിന് 50 പൗണ്ട് ബില്ല് ഈടാക്കുന്നു. ആഴ്ചയിൽ 7 ദിവസവും റോഡുകൾ ഉപയോഗിക്കുന്നതിന് ഉടമകൾ 70 പൗണ്ട് അല്ലെങ്കിൽ 350 പൗണ്ട് നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. ഷെഫീൽഡ്, ബ്രാഡ്ഫോർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി UK നഗരങ്ങൾ മലിനീകരണത്തെ ചെറുക്കുന്നതിന് ക്ലീൻ എയർ സോണുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നിരക്കുകൾ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ലക്ഷ്യമിടുന്നു. NHS ട്രസ്റ്റുകൾ രോഗികൾക്ക് സ്വയം റഫറലുകൾ നടത്താൻ അനുവദിക്കുന്നു. GP അപ്പോയിന്റ്മെന്റ് പ്രതിസന്ധി മൂലമുണ്ടാകുന്ന രോഗനിർണയ കാലതാമസം കുറയ്ക്കുന്നതിന് ശ്വാസകോശ ക്യാൻസർ പരിശോധനകൾക്കായി NHS സ്വയം റഫറലുകൾ നടത്തുന്നു. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ, ലീഡ്സ്, ലെസ്റ്റർഷെയർ എന്നിവിടങ്ങളിലെ ആശുപത്രികൾ ആളുകൾക്ക് ശ്വാസകോശ അർബുദം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നത് എളുപ്പമാക്കുന്നതിനാണ് ഇത്തരം സംരംഭം പരീക്ഷിക്കുന്നത്. UK മരണത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ശ്വാസകോശ അർബുദം. പ്രതിവർഷം 35,000 പേരുടെ ജീവൻ ഇത് അപഹരിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും അതിജീവന നിരക്ക് മെച്ചപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. സ്കാനിംഗ് ആക്സസ് ചെയ്യുന്നതിന് മുമ്പ് GPയിലേക്ക് പോകാതെ തന്നെ രോഗികൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ പദ്ധതി UK വ്യാപിപ്പിക്കണമെന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ രോഗികൾ ഒരു ഫാമിലി ഡോക്ടറുമായി അപ്പോയിന്റ്മെന്റ് നേടുകയും അടിയന്തര ക്യാൻസർ പരിശോധനയ്ക്ക് റഫറൽ നൽകുകയും തുടർന്ന് ഫലങ്ങൾക്കായി കൂടുതൽ കാത്തിരിക്കുകയും വേണം. ഇത് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളോളം എടുത്തേക്കാം. സെൽഫ് അഭ്യർത്ഥന ചെസ്റ്റ് എക്സ്റേ സേവനം ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ വിജയിച്ചതിന് ശേഷം കഴിഞ്ഞ മാസം ലെസ്റ്റർഷെയറിൽ ആരംഭിച്ചു. ഇതിനായി രോഗികൾ 40 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർ ആയിരിക്കണം. കഴിഞ്ഞ 3 മാസങ്ങളിൽ എക്സ്റേ എടുത്തിട്ടില്ലാത്തവരും ബന്ധപ്പെട്ട പ്രദേശത്തെ ഒരു GPയിൽ രജിസ്റ്റർ ചെയ്തവരും ആയിരിക്കണം. കനത്ത മൂടൽമഞ്ഞ് കാരണം യാത്രാ തടസ്സം തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം UKയിലെ പല പ്രധാന വിമാനത്താവളങ്ങളിലും യാത്രക്കാർക്ക് തടസ്സം നേരിടുകയാണ്. ഹീത്രൂ, ഗാറ്റ്വിക്ക്, മാഞ്ചസ്റ്റർ തുടങ്ങിയ വിമാനത്താവളങ്ങളിലെല്ലാം യാത്രാ തടസ്സങ്ങൾ നേരിടുന്നു. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്രക്കാർ അവരുടെ വിമാനങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും നിർദ്ദേശിക്കുന്നു. മൂടൽമഞ്ഞിന് പുറമെ ചില പ്രദേശങ്ങളിൽ 6 ഇഞ്ച് വരെ മഴ പ്രവചിക്കുന്നുണ്ട്. UK സൈന്യത്തിന്റെ ആയുധങ്ങളും കമ്പ്യൂട്ടറുകളും ഫോണുകളും നഷ്ടപ്പെട്ടു. ഡിപ്പാർട്ട്മെന്റിന്റെ 700-ലധികം കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഫോണുകൾ, USB-കൾ എന്നിവ കഴിഞ്ഞ 2 വർഷത്തിനിടെ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തതായി പാർട്ടിക്ക് ലഭിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. നഷ്ടങ്ങളും മോഷണങ്ങളും തടയുന്നതിനുള്ള ശക്തമായ നയങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെന്ന് MOD പറഞ്ഞു. ക്വാഡമിക് മൂലം NHS ഹോസ്പിറ്റലുകൾ പ്രതിസന്ധിയിൽ. നോറോ വൈറസ്, RSV, കോവിഡ്, ഫ്ലൂ എന്നീ 4 വൈറൽ രോഗങ്ങൾ UKയുടെ എല്ലാ ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയെല്ലാം ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയിലാണ് ആശുപത്രികളെന്ന് മുതിർന്ന ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. NHS ഇതിനെ ക്വാഡമിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതുമൂലം നിലവിൽ NHS ഹോസ്പിറ്റലുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുകയും ഇപ്പോൾ തന്നെ UKയിലെ ചില മേഖലയിൽ A&Eകളിൽ രോഗികൾ 12 മണിക്കൂർ നീണ്ട കാത്തിരിപ്പ് സമയത്തിന് ശേഷമാണ് ആരോഗ്യ പ്രവർത്തകരെ കാണാൻ സാധിക്കുന്നതെന്നതും NHSനെ പ്രതിസന്ധിയിലാക്കുന്നു. വിമാനയാത്രക്കാരുടെ ഹാൻഡ് ബാഗേജിന് ഇന്ത്യ ഏർപ്പെടുത്തിയ നിയന്ത്രണം പ്രവാസികളെ പ്രതികൂലമായി ബാധിക്കും. ഹാൻഡ് ബാഗേജിന്റെ വലിപ്പവും ഭാരവും സംബന്ധിച്ചുള്ള കടുത്ത നിയന്ത്രണമാണ് പ്രവാസികളെ പ്രതികൂലമായി ബാധിക്കുന്നത്. ലാപ്ടോപ്പ് ബാഗ് പ്രത്യേകമായി അനുവദിക്കില്ലെന്ന എയർ ഇന്ത്യയുടെ തീരുമാനവും പ്രതികൂല ഘടകമാണ്. ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ നിയന്ത്രണം കൊണ്ടുവന്നത് അന്താരാഷ്ട്ര യാത്രക്കാരെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. എയർ ഇന്ത്യയുടെ എക്കണോമി, പ്രീമിയം എക്കണോമി യാത്രക്കാർക്ക് 7 കിലോ ലഗേജ് മാത്രമാണ് ഇനി മുതൽ അനുവദിക്കുക. ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ യാത്ര ചെയ്താൽ 10 കിലോ വരെ അനുവദിക്കും. നേരത്തെ ലാപ്ടോപ്പ് ബാഗ് പ്രത്യേകമായി അനുവദിച്ചിരുന്നുവെങ്കിലും ഇനി മുതൽ ഇത് അനുവദിക്കില്ല. 40 സെന്റിമീറ്ററിലധികം നീളവും 55 സെന്റിമീറ്ററിലധികം ഉയരവും 20 സെന്റിമീറ്ററിലധികം വീതിയും പാടില്ല. ഇൻഡിഗോ 7 കിലോ ബാഗേജിനൊപ്പം 3 കിലോ വരെയുള്ള ലാപ്ടോപ്പ് ബാഗും അനുവദിക്കും. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.